ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയേറി, നിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റിയേറി, നിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ പോലും നിനച്ചതല്ല. ജയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ജയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോനും ഉടയോനും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോനും ഉടയോനും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയേറി, നിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റിയേറി, നിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സങ്കീർത്തനങ്ങൾ 82:4 വാക്യം. എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പീൻ. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അവരെ രക്ഷിപ്പീൻ, വിടുവിപ്പീൻ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൊടുപ്രഭുക്കളെ രക്ഷയും വിടുതലും ആത്മാവുള്ള മനുഷ്യൻ അവകാശപ്പെട്ടതാണ്. രക്ഷിക്കുക, വിടുവിക്കുക എന്നത് ഒരു അധികാര ശുശ്രൂഷയും കൂടിയാണ്. ആര് രക്ഷിക്കും, ആര് വിടുവിക്കും എന്നത് ഇന്നും മുഴങ്ങിക്കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അനേകരുടെ ഉള്ളിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യം. ചില നേരങ്ങളിൽ അത് ഉയരുന്നത് ചോദ്യമായല്ല, ഒരു നിലവിളിയായിട്ടാണ്. ആ നിലവിളിക്ക് കാരണം എന്നത് മരണം മുൻപിൽ കണ്ടതിൻ്റെ പരിഭ്രമത്തിൽ നിന്നും ഉണ്ടായ ദീനരോധനമാണ്. മരണത്തിന് കൊണ്ടുപോകുന്നവർ വിടുവിക്കപ്പെടണം. കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിച്ചെടുക്കണം. ദൈവത്തിൻ്റെ വചനം സദൃശവാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിറച്ച് ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. പ്രിയരെ, നമുക്ക് ചുറ്റുപാടും അനേകർക്ക് വിടുതലും രക്ഷയും ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയണം. നാം അത് ചെയ്തെടുക്കുവാൻ തയ്യാറാണോ?
നാം അത് ചെയ്തെടുക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മെ അതിനുവേണ്ടി നിയമിച്ചാക്കി വെച്ചിരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ മക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശിക്ഷാവിധി എന്ന മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട, രക്ഷ എന്ന വലിയ ദാനം ലഭിക്കപ്പെട്ട ഓരോ വിശ്വാസിയും തങ്ങളുടെ കാതിൽ മുഴങ്ങുന്ന ആർ ഞങ്ങളെ രക്ഷിക്കും, വിടുവിക്കും എന്നുള്ള ശബ്ദത്തിന് പ്രതികരിക്കുന്നവരായിത്തീരണം. രക്ഷ പ്രാപിച്ചവർ ഈ അധികാര ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയരെ, പണ്ട് നാം ഉയർത്തിയ ചോദ്യം, നമ്മുടെ ഉള്ളിൽ നിന്നും ഉയർന്ന നിലവിളി കേട്ട ആരുടെയോ ശുശ്രൂഷയും പ്രയത്നവുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന രക്ഷയും വിടുതലും എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മിൽ നിന്നും ഉയർന്ന നിലവിളി കേട്ട കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നമ്മെ രക്ഷയിലേക്കും വിടുതലിലേക്കും കൈപിടിച്ച് കയറ്റാൻ ആരെയൊക്കെയോ ഉപയോഗിച്ചു എന്നതിനാൽ നാം ഇന്ന് രക്ഷയുടെ ആനന്ദവും വിടുതലിൻ്റെ സ്വാതന്ത്ര്യവും അനുഭവിക്കുകയാണ്. അപ്രകാരം വിടുവിക്കപ്പെട്ട നമ്മോട് രക്ഷകനായ കർത്താവ് കൽപ്പിക്കുന്നു, എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പീൻ. പ്രിയരെ, ഈ കർത്തൃശബ്ദം നാം ഓരോരുത്തരും ഏറ്റെടുത്ത് അനുസരിക്കാതിരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇതിനോടകം തന്നെ എത്രയോ പേർ മരണത്തിന് കീഴടങ്ങി, എത്രയോ പേർ കൊല ചെയ്യപ്പെട്ടു. ഇന്നും നാം ആ മഹാനിയോഗം ഏറ്റെടുത്ത് എഴുന്നേൽക്കാത്തത് കൊണ്ട് എത്രയോ പേർ ശിക്ഷാവിധിയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നിന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് തന്നെ ചോദിക്കുന്നു. നമ്മുടെ ആജീവനാന്ത ശത്രുവായ സാത്താൻ ഇന്നും അനേകരെ മരണത്തിനായി കൊണ്ടുപോകുന്നു. കൊലയ്ക്കായി കൊലക്കളത്തിലേക്ക് വിറച്ചുകൊണ്ട് അനേകർ ചെന്നുകൊണ്ടിരിക്കുന്നു. പിശാചിൻ്റെ പ്രവൃത്തി അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക എന്നുള്ളതാണ്. അനേകം എളിയവർ, ദരിദ്രന്മാർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അനേക കുടുംബങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അനേക തലമുറകൾ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. തലമുറകളെ സാത്താൻ കവർന്നുകൊണ്ടിരിക്കുന്നു. സാത്താൻ ആരെയും ജീവിപ്പിക്കുന്നില്ല, അവൻ കൊല്ലുന്നവനാണ്. ജീവൻ കൊടുക്കുന്നതും ജീവിപ്പിക്കുന്നതും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതിനുവേണ്ടി ഇന്ന് അനേകരെ കർത്താവിന് അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്, അധികാരം നൽകപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾക്കാണ്. രക്ഷിക്കപ്പെട്ടവരും വിടുവിക്കപ്പെട്ടവരുമായ ഏവരും കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ശിഷ്യന്മാരായ നമുക്ക് ഇന്ന് അനേകരെ വിടുവിപ്പാൻ കഴിയും. അധികാരസ്ഥനായ നമ്മുടെ രക്ഷാനായകൻ അതിനുള്ള അധികാരം, പ്രിയരെ, നമ്മുടെ ഓരോരുത്തരുടെയും മേൽ നൽകിയിട്ടുണ്ട്. മരണത്തെയും പാതാളത്തെയും ജയിച്ചവനും സാത്താൻ്റെ തലയെ കാൽവറി യാഗമരണത്താൽ തകർത്തവനുമായ യേശുക്രിസ്തുവാണ് നമ്മിൽ കൂടി ഈ വിടുതലും രക്ഷയും നൽകിക്കൊടുക്കുന്നത്. അധികാരമുള്ളവൻ തൻ്റെ അനുയായികളോട് പറയുന്നു, വിടുവിക്ക, രക്ഷിക്ക. പ്രിയരെ, ഇത് അപേക്ഷയുടെ സ്വരമല്ല, ഇത് നമുക്ക് കൽപ്പന ശബ്ദമാണ്. നമുക്ക് വേണ്ടിയുള്ള, നമ്മോടുള്ള കൽപ്പന. ആ കൽപ്പന ശബ്ദം കേട്ടനുസരിക്കുവാൻ ഞാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. നിയോഗിക്കപ്പെട്ട നാം നമ്മുടെ സൗകര്യാർത്ഥം ചെയ്യേണ്ടതല്ല, പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളതുമല്ല, മറിച്ച് നിർബന്ധമായും നാം ചെയ്യേണ്ടതാണ്. മരണത്തിന്, നരകത്തിന് വിധിക്കപ്പെട്ടവരെ വിടുവിക്കുക എന്ന നിർബന്ധം വിശ്വാസികളായ ക്രിസ്തു അനുയായികളുടെ മേൽ കിടക്കുകയാണ്. കൊലയ്ക്കായി വിറച്ചും കൊണ്ട് ചെല്ലുന്നവരെ തടയുക എന്ന ഉത്തരവാദിത്വം, പ്രിയരെ, നമ്മുടെ മേൽ കിടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുക. ഇത് തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ. അത് നമ്മെ ഇന്നും പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, ആകയാൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. കുടപ്രഭുകളെ, എളിയവനെയും ദരിദ്രനെയും ഓർക്കാറുണ്ടോ? മരണത്തിനായി സാത്താൻ വശീകരിച്ചും വലിച്ചിഴച്ചും കൊണ്ടുപോകുന്ന ചിലരെയെങ്കിലും വിടുവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൊലയ്ക്കായി ബന്ധിച്ചു കൊണ്ടുപോകുന്ന ചിലരുടെയെങ്കിലും ആ കൊലപാതകത്തെ നമുക്ക് തടയാനായിട്ടുണ്ടോ? ആത്മഭാരം നിങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടോ? നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കായി
ഭാരത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? സുവിശേഷവും സാക്ഷ്യവും നിങ്ങൾ പങ്കുവയ്ക്കാറുണ്ടോ? ആത്മാക്കൾക്കായി ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ജനം രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ കരയാറുണ്ടോ? അതോ ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ വിടുവിക്കപ്പെട്ടു, എൻ്റെ കാര്യം ശരിയായി എന്ന നിർവൃതി അടഞ്ഞിരിക്കുകയാണ്? കർത്താവ് തരുന്ന നിർബന്ധമാണ് എന്ന് അറിഞ്ഞ് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന ബോധ്യത്തോടെ കൂടപ്പിറപ്പെ ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക, പ്രകാശിക്കുക. എന്നാൽ കർത്താവിൻ്റെ പ്രകാശം, കർത്താവ് അയച്ച പ്രകാശം നിങ്ങളുടെ മേൽ കടന്നു വന്ന് നിങ്ങൾ ജ്വലിച്ച് പ്രകാശിക്കുവാനിടയാകും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. ഈ വചനത്തിൻ്റെ ചിന്തയാൽ ഈ ദിവസങ്ങൾ ആത്മാവിൽ ബലപ്പെട്ട് മുന്നേറുവാൻ അവസരങ്ങളും കൃപകളും ക്രമീകരണങ്ങളും പ്രാപ്തിയും നൽകി തന്ന് മാനിക്കണം. കർത്താവ് വലിയവ ചെയ്താട്ട് നന്മയ്ക്കായ ചില അടയാളങ്ങളെ വെളിപ്പെടുത്തണം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും അർഹതപ്പെട്ടവരവൾ ചൊരിഞ്ഞാട്ട് കർത്താവ് അത് ചെയ്യുമാറാകണമേ. മഹത്വം അങ്ങെടുക്കുമാറാകണമേ. ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും വിടുവിക്കണമേ. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെയും വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെക്കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെക്കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ഏതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഏതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നോ നിനച്ചു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നോ നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെക്കാൾ വഴുതുവാനിട വന്നില്ല.
എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി. നിന്നെക്കാൾ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ